ഹലോ, ഞാൻ റൂഡി നിക്സൺ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് ബയോ കെമിസ്ട്രിയിലെ ഹീം കാറ്റബോളിസം ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. ഞാൻ പറയാൻ കാരണം ഇത് ബയോ കെമിസ്ട്രിയിൽ മാത്രമല്ല, ഫിസിയോളജിയിലും ഫാർമക്കോളജിയിലും പത്തോളജിയിലും മെഡിസിനിലും ഒക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് തന്നെയാണ്. ഇതിന്റെ ബേസിക്സ് നമ്മൾ വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹീം കാറ്റബോളിസം സംഭവിക്കുന്നത്. ഹീമിന്റെ കാറ്റബോളിസത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം ഹീമോഗ്ലോബിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. 80% പ്രായമായിട്ടുള്ള സെനസെന്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? അണ്ടർഗോ ഡീഗ്രഡേഷൻ ടു ഫോം ഹീം ആൻഡ് ഗ്ലോബിൻ ചെയിൻ. അതിൽ നമുക്കറിയാം ഗ്ലോബിൻസ് ആർ പ്രോട്ടീൻസ് ആർ മേഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ്. ഈ അമിനോ ആസിഡ്സിനെ എന്ത് ചെയ്യും? അമിനോ ആസിഡ് പൂളിലേക്ക് പോകും. ഈ അമിനോ ആസിഡ് പൂളിലുള്ള ഈ അമിനോ ആസിഡ് വന്നിട്ട് റീയൂട്ടിലൈസ് ചെയ്യപ്പെടും. നമുക്കറിയേണ്ടത് ഈ ഹീം എന്ന് സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഹീം എന്ന് പറയുന്നത് Fe2+ അയേണും അതുപോലെ തന്നെ പ്രോട്ടോപോർഫൈറിനും എല്ലാം കൂടി അടങ്ങിയതാണ് ഹീം എന്ന് പറയുന്നത്. ഇത് കൂടാതെ 20% ഓഫ് ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള എറിത്രോപോയിസിൻ ഹീമോപോയിസിൻ ടേൺ ഓവർ വഴിയും നമ്മുടെ ഹീം ഡീഗ്രഡേഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് മയോഗ്ലോബിൻ സൈറ്റോക്രോം വഴിയൊക്കെ വരുന്ന ഹീം. ഇനി ഹീമോക്സിജനേസ് സിസ്റ്റം അതെവിടെയുള്ള ഹീമോക്സിജനേസ് സിസ്റ്റം ഉള്ളത്? അത് മാക്രോഫേജിലാണുള്ളത്. ഹീമോക്സിജനേസ് സിസ്റ്റത്തിൽ ഓക്സിജനും ഉണ്ട്, NADPH ഉണ്ട്. ഇവര് ഹീം മോളിക്യൂൾ എന്താക്കി മാറ്റും? ഹീം ഓക്സിജനേസ് എന്ന് പറയുന്ന മൈക്രോസോമൽ എൻസൈം സിസ്റ്റമാണ്. ഈ മൈക്രോസോമൽ എൻസൈം ഹീം ഓക്സിജനേസ് ഹീമിനെ ബിലിവേർഡിൻ എന്ന ഗ്രീൻ പിഗ്മെന്റ് ആക്കി മാറ്റും. കൂടാതെ Fe2+ റിലീസ് ചെയ്യും. പിന്നെ കാർബൺ മോണോക്സൈഡിനെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കാർബൺ മോണോക്സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏക റിയാക്ഷൻ ആണ് ഇത്. കണ്ടോ, കാർബൺ മോണോക്സൈഡ്. ദിസ് റിയാക്ഷൻ ഇസ് ദ ഓൺലി എൻഡോജീനസ് സോഴ്സ് ഓഫ് കാർബൺ മോണോക്സൈഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഓക്കെ, ഇനി അങ്ങനെ ഹീം എന്തായിട്ട് മാറി? ബിലിവേർഡിൻ എന്ന ഗ്രീൻ പിഗ്മെന്റ് ആയിട്ട് മാറി. ഈ ഗ്രീൻ പിഗ്മെന്റ് ആയ ബിലിവേർഡിനെ ഇനി ഇതേ മാക്രോഫേജിന്റെ ഉള്ളിൽ വെച്ച് തന്നെ NADPHന്റെ പ്രസൻസിൽ ബിലിവേർഡിൻ റിഡക്റ്റേസ്, അതായത് ബിലിവേർഡിൻ റിഡക്റ്റേസ് എന്ന എൻസൈമിന്റെ കോഫാക്ടറാണ് NADPH, എന്താക്കി മാറ്റും? യെല്ലോ ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള ബിലിറൂബിൻ ആക്കി മാറ്റും. ഈ ബിലിറൂബിന്റെ പ്രത്യേകത, അവൻ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനാണ്. കൂടാതെ അവനിപ്പോൾ ഫ്രീ ആയിട്ട് നടക്കുക, ആരുമായിട്ട് ബൗണ്ട് ചെയ്യപ്പെട്ടിട്ടില്ല, ആരുടെ കൂടെയല്ല നടക്കുക. ഇവൻ ഫ്രീ ഫോമിലാണ് ഉള്ളത്. പിന്നെ ഇവൻ വാട്ടറിൽ ഇൻസോലിബിൾ ആണ്, ടോക്സിക് ആണ് നമ്മുടെ ബോഡിക്ക്. അത് എന്തുകൊണ്ടാണ് ടോക്സിക് എന്ന് ഞാൻ പറയാം. അതുപോലെ തന്നെ എന്താണ്, ഇവൻ ലിപ്പിഡ് സോലിബിൾ ആണ്. ഇത്രയും പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമ്മുടെ ശരീരത്ത് 1 ഗ്രാം ഓഫ് ഹീമോഗ്ലോബിൻ ഉപയോഗിച്ച് ഓൾമോസ്റ്റ് 35 മില്ലിഗ്രാം ഓഫ് ബിലിറൂബിൻ ഉണ്ടാക്കാൻ പറ്റും. 1 ഗ്രാം ഓഫ് ഹീമോഗ്ലോബിൻ ഉപയോഗിച്ച് ഓൾമോസ്റ്റ് 35 മില്ലിഗ്രാം ഓഫ് ബിലിറൂബിൻ ഉണ്ടാക്കാൻ പറ്റും. 24 ഹവറിൽ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെയിലി പ്രൊഡക്ഷൻ ഈസ് ഓൾമോസ്റ്റ് 300 മില്ലിഗ്രാം ഓഫ് ബിലിറൂബിൻ ആണ്. ഇനി ഞാൻ പറഞ്ഞു ഫ്രീ ഫോമിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ആരുള്ളത്? ബിലിറൂബിൻ ഉള്ളത്, അൺകോൺജുഗേറ്റഡ് ആയിട്ടുള്ള ബിലിറൂബിൻ ഉള്ളത്. ഈ അൺകോൺജുഗേറ്റഡ് ആയിട്ടുള്ള ബിലിറൂബിൻ ഇനി ബ്ലഡ് സ്ട്രീമിൽ ഉള്ള പ്ലാസ്മ പ്രോട്ടീൻ ആയിട്ടുള്ള ആൽബുമിനുമായിട്ട് ബൈൻഡ് ചെയ്യും. കാരണം ഈ ആൽബുമിന് ഹൈ അഫിനിറ്റി ഉണ്ട്. 2 സൈറ്റുകളുണ്ട്, ഒരു ഹൈ അഫിനിറ്റി സൈറ്റും ഉണ്ട്, ഒരു ലോ അഫിനിറ്റി സൈറ്റും ഉണ്ട്. ഇതിലെ ഹൈ അഫിനിറ്റി സൈറ്റിലേക്ക് നമ്മുടെ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ പോയിട്ട് ബൗണ്ട് ചെയ്യും. എന്തിനെങ്ങനെ ബൈൻഡ് ചെയ്യുന്നത്? ഇങ്ങനെ ബൗണ്ട് ചെയ്താൽ മാത്രമേ ഇവർ, ഞാൻ പറഞ്ഞു ടോക്സിക് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവര് നിയോനേറ്റ്സിലൊക്കെ അവരുടെ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്താണ്, തീരെ അത്ര ഡെവലപ്ഡ് അല്ല. അപ്പം ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്നു പോകാൻ കഴിയും. കാരണം ഇത് ലിപ്പിഡ് സോലിബിൾ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് ബ്രെയിനിന്റെ ഉള്ളിലെത്തി അവിടെ ബിലിറൂബിൻ ഇൻഡ്യൂസ്ഡ് ന്യൂറോളജിക്കൽ ഡിസ്ഫങ്ഷൻസ് ഒക്കെ കോസ് ചെയ്യാൻ പറ്റും. അതിനാണ് കെർണിക്ടറസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ പെട്ടെന്ന് തന്നെ ബൗണ്ട് ചെയ്യുന്നത്. കണ്ടോ? എന്നാൽ ചില ഡ്രഗ്സ് ലൈക്ക് സൾഫണമൈഡ്സ്, ആസ്പിരിൻ, സാലിസിലേറ്റ്സ് പോലെയുള്ളവർക്ക് ഈ പറയുന്ന ഹൈ അഫിനിറ്റി സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നത്? കോമ്പറ്റീറ്റീവ്ലി വന്ന് ഈ ഡ്രഗുകൾ നമ്മുടെ അൺകോൺജുഗേറ്റഡ് ആയിട്ടുള്ള ബിലിറൂബിനെ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് ഈ ഡ്രഗുകൾ അവിടെ വന്നിരിക്കും. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ വീണ്ടും ബൗണ്ട് ഫോം ആയിരുന്ന അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്തായി മാറി? വീണ്ടും ഫ്രീ ഫോം ആയിട്ട് മാറി.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് അവർക്ക് കെർണിക്ടർസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇങ്ങനെ സംഭവിച്ചില്ല, നമ്മൾ ഈ ഡ്രഗുകളൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് പറ്റും? സാധാരണ പോലെ ഈ ആൽബുമിൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ ആൽബുമിൻ ഈ പറയണ നമ്മുടെ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനെ ക്യാരി ചെയ്തുകൊണ്ട് നേരെ ഹെപ്പാറ്റോസൈറ്റിന് അടുത്തുള്ള ഒരു സൈൻസോയിഡിലേക്കാണ് പോകുന്നത്. ഒരു ക്യാപിലറിയുടെ അടുത്തേക്ക് പോയിട്ട് ഇതെന്ത് ചെയ്യും? ഡിസ്ലോഡ് ചെയ്യും. അങ്ങനെ ഡിസ്ലോഡ് ചെയ്യപ്പെട്ട നമ്മുടെ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന് ഹെപ്പാറ്റോസൈറ്റിന്റെ ഉള്ളിലേക്ക് കയറണം. അങ്ങനെ കയറാനായിട്ട് ആരുണ്ട്? അവിടെ ഒരു ഓർഗാനിക് ആനയോൺ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ഉണ്ട്. ഇതൊരു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ് അല്ലെ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ്. അപ്പോൾ ഇവിടെ ഒരു കാരിയർ പ്രോട്ടീൻ വേണം. അവനാണ് ഓർഗാനിക് ആനയോൺ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവന് തിരിച്ച് വീണ്ടും റിഫ്ലക്സ് ആയി പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് തടഞ്ഞു നിർത്താൻ വേണ്ടി ഉടനെ തന്നെ ലൈഗാൻഡിൻ എന്ന് പറയുന്നൊരു വൈ പ്രോട്ടീൻ വന്ന് നമ്മുടെ ഈ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനെ പിടിച്ചു വെക്കും. എന്തിനാ ഈ പിടിച്ചു വെക്കുന്ന ഈ പറയുന്ന നമ്മുടെ ലിവർ സെല്ലിന്റെ ഉള്ളില്? കാരണം ഇതിന്റെ ഉള്ളിൽ വെച്ച് വേണം ഈ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന നോൺ ടോക്സിക് ആയിട്ടുള്ള ആളെ നമുക്ക് നോൺ ടോക്സിക് ആയിട്ടുള്ള വാട്ടർ സോലിബിൾ ആയിട്ടുള്ള നോൺ ലൈപ്പോഫിലിക് ആയിട്ടുള്ള ആളാക്കി മാറ്റാൻ. കാരണം ഡീടോക്സിഫിക്കേഷൻ ആണ് ലിവറിന്റെ ജോലി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ട്രാപ്പ് ചെയ്ത ലൈഗാൻഡിൻ എന്ന പ്രോട്ടീൻ ഉപയോഗിച്ച് ട്രാപ്പ് ചെയ്ത നമ്മുടെ ആൾ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനെ ഗ്ലൂക്രോണിക് ആസിഡ്, 2 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്രോണിക് ആസിഡ് ഈ ബിലിറൂബിന്റെ രണ്ടറ്റത്തെയും ഈ പ്രൊപ്പയോണിക് ആസിഡ് സൈഡ് ചെയിനിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ എന്താണെന്ന് പറയുന്നത് പെട്ടെന്ന് കോൺജുഗേറ്റഡ് ബിലിറൂബിനായിട്ട് മാറും. ഇങ്ങനെ ചെയ്യുന്നത് ഈ പ്രൊപ്പയോണിക് ആസിഡ് സൈഡ് ചെയിനിലേക്ക് ആഡ് ചെയ്യുന്നത്, ഗ്ലൂക്രോണിക് ആസിഡുകൾ ആഡ് ചെയ്യുന്നത് ഈ UGT1A1 എന്ന് പറയുന്ന എൻസൈമാണ്. UDP ഗ്ലൂക്കോർണോസൈഡ് ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഇവനാണ് 2 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്രോണിക് ആസിഡിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ പേര് ബിലിറൂബിൻ ഡൈഗ്ലൂക്കറോണൈഡ് എന്നാവും. ഇതാണ് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ നമ്മൾ വിളിക്കുന്ന ആള്. ഇനി എന്ത് ചെയ്യും? ഇനി നമുക്ക് തിരിച്ചിവനെ ബൈലിലൂടെ സെക്രീറ്റ് ചെയ്ത് ഇൻഡസ്റ്റൈനിലേക്ക് എത്തിക്കണം. എന്നാൽ നമുക്കറിയാം ഇവരിപ്പോ എന്തായി? വാട്ടർ സോല്യൂബിൾ ആയി. ഒരു സെല്ലിന്റെ പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. കാരണം വാട്ടർ സോല്യൂബിൾ ആയ ആൾക്ക് കിടക്കാൻ പറ്റും. വെറുതെ നേരത്തെ വന്നു ഫെസിലിറ്റി ഡിഫ്യൂഷൻ വഴി പോകാൻ പറ്റില്ല. അവിടെ എനർജി വേണം. അപ്പൊ അവിടെ ആക്റ്റീവ് പ്രോസസ് ആണ്, അപ്ഹിൽ മൂവ്മെന്റ് ആണ്. അതിനാണ് ഇത് എങ്ങനെ കാണിച്ചത്? അപ്ഹിൽ മൂവ്മെന്റ് ഒരു പമ്പ് ഉപയോഗിച്ചിട്ട്, ആ പമ്പിന്റെ പേരാണ് MOAT അല്ലെങ്കിൽ MRP2, മൾട്ടി സ്പെസിഫിക് ഓർഗാനിക് ആനയോൺ ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്ന ഒരു പമ്പ് ഉപയോഗിച്ച് നമ്മുടെ ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിനെ അപ്ഹിൽ മൂവ്മെന്റ് വഴി എന്ത് ചെയ്യാണ്? ബൈൽ കനാലിക്കുലയിലേക്ക് കടത്തിവിടുകയാണ്. ഇതാണ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്. ഇറ്റ് ഈസ് എ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. എപ്പോഴും റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും. ഹെപ്പാറ്റിക് ബിലിറൂബിൻ മെറ്റബോളിസിന്റെ സ്ലോവസ്റ്റ് ആയിട്ടുള്ള റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പാണിത്. ഏത് MOAT ഉപയോഗിച്ചിട്ട് അപ്ഹിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് ബൈൽ കനാലിക്കുലയിലേക്ക് നമ്മൾ കടത്തി വിടുന്നത്. കണ്ടോ? ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്ക് ഫീനോബാർബിറ്റോൺസ് നമുക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡ്യൂസ് ചെയ്യാനും സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ഓർത്തെടുത്താണ്. ഇനി ഇതെവിടേക്ക് ഈ ബൈല് പോകുന്നത്? ഇൻഡസ്റ്റൈനിലേക്ക്. ഇൻഡസ്റ്റൈനിൽ എവിടേക്ക്? ഇൻഡസ്റ്റൈനിൽ ടെർമിനൽ ഇലിയം അല്ലെങ്കിൽ കോളൻ എത്തുമ്പം അവിടെയുള്ള നോർമൽ ഫ്ലോറയിലുള്ള ബാക്ടീരിയാസ് ഉണ്ടാവുമല്ലോ. ആ ബാക്ടീരിയക്ക് ബീറ്റാ ഗ്ലൂക്കറോണിഡേസസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട് അവരുടെ കയ്യിൽ. അവർ അത് ഉപയോഗിച്ച് അതിനെ ഡീകോൺജുഗേറ്റ് ചെയ്യും. ഇപ്പൊ കോൺജുഗേറ്റഡ് ആയിട്ടിരുന്ന ബിലിറൂബിൻ എന്ത് ചെയ്യും? ഡീകോൺജുഗേറ്റഡ് ബിലിറൂബിനാക്കി മാറ്റും. അപ്പം വീണ്ടും എന്തായി? ഡീകോൺജുഗേറ്റ് ചെയ്തിട്ട് അവര് എന്താക്കി മാറ്റും? യൂറോബിലിനോജനാക്കി മാറ്റും. യൂറോബിലിനോജനാക്കി മാറ്റും. ഇൻഡസ്റ്റൈനൽ ഫ്ലോറ എന്ത് ചെയ്യും? നമ്മുടെ കോൺജുഗേറ്റഡ് ബിലിറൂബിനെ യൂറോബിലിനോജനാക്കി മാറ്റും. പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങളിവിടെ കണ്ടത് മനസ്സിലാവും. യെല്ലോ ഓറഞ്ച് കളേർഡ് ആയിട്ടുണ്ടായിരുന്ന ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്തായി? കളർലെസ് ആയിട്ടുള്ള യൂറോബിലിനോജനായിട്ട് മാറി. ഇനി ഈ യൂറോബിലിനോജൻ ടെർമിനൽ ഇലിയത്തിലെ കോളനിലുള്ള ഈ യൂറോബിലിനോജൻ എന്ത് ചെയ്യും? ഫീസിലൂടെ പുറത്തേക്ക് പോകും. അങ്ങനെ ഫീസിലേക്ക് പുറത്തു പോകാൻ നേരത്ത് അവൻ റിഡക്ഷൻ സംഭവിച്ച് സ്റ്റെർക്കോബിലിനോജനായിട്ട് മാറും. സ്റ്റെർക്കോബിലിനോജന് ഓക്സിഡേഷൻ സംഭവിച്ച് സ്റ്റെർക്കോബിലിനായി മാറും. ആ സ്റ്റെർക്കോബിലിനാണ് എന്ത് ചെയ്യുന്നത്? ഫീസസിന് ഫൈനൽ പിഗ്മെന്റ് കളറായിട്ടുള്ള ബ്രൗൺ കളർ കൊടുക്കുന്നത്. എന്നാൽ ഒരു 20% എന്ത് ചെയ്യും? ഈ യൂറോബിലിനോജൻ റീഅപ്ടേക്ക് ചെയ്യപ്പെടും എൻട്രോഹെപ്പാറ്റിക് സർക്കുലേഷനിലേക്ക്. പോർട്ടൽ വെയിൻ വഴിയൊക്കെ ചിലപ്പോൾ ലിവറിലേക്കൊക്കെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന വീണ്ടും യൂട്ടിലൈസ് വീണ്ടും ബൈൽ വഴി തിരിച്ചിങ്ങനെ കറങ്ങും. എൻട്രോഹെപ്പാറ്റിക് സർക്കുലേഷൻ എന്ന് പറയും.
ഇനി വളരെ ഒരു മൈനർ പാത്വേ കണ്ടോ, ഒരു മൈനർ ലെസ് ദാൻ 4 milligram per day, വെരി സ്മോൾ ഫ്രാക്ഷൻ എന്ത് ചെയ്യും, ഹെപ്പാറ്റിക് റീസൈക്ലിങ്ങിനെ മറികടന്നിട്ട് അവർ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് വരും. നമ്മുടെ ഈ പറയുന്ന യൂറോബിലിനോജൻ വന്നിട്ട് ഇത് ഗ്ലോമറുലസിലൂടെ ഫ്രീ ആയിട്ട് പാസ് ചെയ്തിട്ട് യൂറിനിലൂടെ പുറത്തേക്ക് പോകും. അങ്ങനെ യൂറിനിലൂടെ പുറത്തേക്ക് പോകുന്നത് യൂറോബിലിനോജൻ യൂറോബിലിൻ ആയിട്ടാണ്. യൂറോബിലിൻ, ഈ യൂറോബിലിനാണ് യെല്ലോ കളർ യൂറിന് കൊടുക്കുന്നത്. യൂറിന് യെല്ലോ കളർ കൊടുക്കുന്നത് ഈ യൂറോബിലിനാണ്. ഇനി നമുക്ക് വ്യത്യാസം നോക്കാം. ഇത്രയുള്ള ഹീം കാറ്റഗോറീസ് ജസ്റ്റ് ഞാൻ പറഞ്ഞ ഒന്നും കൂടെ നമുക്ക് നോക്കാം. കണ്ട, അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ, കോൺജുഗേറ്റഡ് ബിലിറൂബിൻ. വാട്ടർ സോലിബിലിറ്റി ഇൻസോലിബിൾ ആണ്, ഹൈ ലൈപ്പോഫിലിക് ആണ്, ഫേംലി ബൗണ്ട് ടു ആൽബുമിൻ ആണ്, റെയിനിൽ എക്സ്ക്രീഷൻ ആബ്സെന്റ് ആണ്, ന്യൂറോടോക്സിറ്റി ഉണ്ട്, കറക്റ്റേഴ്സ് ഉണ്ട്. എന്നാൽ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ സോലിബിൾ ആണ്, വാട്ടർ സോലിബിൾ ആണ്, ലോ ലൈപ്പോഫിലിക് ആണ്, ആൽബുമിനായിട്ട് ബൗണ്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ റെയിനിൽ എക്സ്ക്രീഷൻ പ്രസന്റ് ആണ്, നോൺ ടോക്സിക് ആണ്. ഇതാണ് അതിന്റെ സമ്മറി. എന്താണ് സമ്മറി? കണ്ടോ, ബോൺ മാരോ അല്ലെങ്കിൽ സ്പ്ലീനെ പോലെയുള്ള റെറ്റിക്കുലോ എൻഡോക്ലീൻ സിസ്റ്റത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഹീം ബിലിവേർഡിനായിട്ട് മാറുന്നു, ബിലിറൂബിനായിട്ട് മാറുന്നു, ബിലിവേർഡിൻ എന്നിട്ട് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനായിട്ട് മാറുന്നു. ഈ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ സർക്കുലേഷനിലേക്ക് എത്താൻ നേരത്ത് അവിടെ ആൽബുമിനുമായിട്ട് എന്ത് ചെയ്യുന്നു, ബൈൻഡ് ചെയ്യപ്പെടുന്നു. എന്നിട്ട് അവൻ നേരെ കൊണ്ടുപോയി നമ്മുടെ ഹെപ്പാറ്റോസൈറ്റിലേക്ക് എത്തിക്കുന്നു. ഹെപ്പാറ്റോസൈറ്റിൽ വെച്ചിട്ട് ഇത് നമ്മുടെ ലിവറിൽ എന്ത് ചെയ്യുന്നു, ഇത് കോൺജുഗേഷൻ സംഭവിക്കുന്നു. അങ്ങനെ കോൺജുഗേഷൻ സംഭവിച്ച് ബൈലിലൂടെ ഇൻഡസ്റ്റൈനിൽ എത്തുന്നു. ഇൻഡസ്റ്റൈനിൽ ഫ്ലോറെ നമ്മുടെ അവിടെയുള്ള ബാക്ടീരിയാസ് അതിനെ ഡീകോൺജുഗേറ്റ് ചെയ്ത് യൂറോ ബിലിനോജൻ ആക്കി മാറ്റുന്നു. അങ്ങനെ യൂറോ ബിലിനോജൻ ഫീസിലൂടെ പോകുമ്പോൾ സ്റ്റെർക്കോബിലിനോജൻ അല്ലെങ്കിൽ സ്റ്റെർക്കോബിലിനായിട്ട് പോകുന്നു. കിഡ്നിയിലൂടെ പോകാൻ നേരത്ത് യൂറോ ബിലിനായിട്ട് മാറും. അപ്പൊ ഇത്രയാണ് ടോപ്പിക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.